അങ്ങനെ ISL ആരംഭിക്കുവാനായി പോവുകയാണ്. ഫെബ്രുവരി 14-ാം തീയതിയോട് കൂടി ISL ആരംഭിക്കുമെന്നൊരു കാര്യത്തിലുള്ള വ്യക്തതയൊക്കെ തന്നെ നേരത്തെ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഫിക്ചേഴ്സിന് വേണ്ടിയാണ് ആരാധകർ കൂടുതലായിട്ടും കാത്തിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മൂന്നോളം വിദേശ താരങ്ങളുടെ ഒരു അഭാവക്കുറവ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളായിട്ടുള്ള തിയാഗോ അൽവാസ്, അഡ്രിയാൻ ലൂണ, നോവസദോ എന്നീ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം വിട്ടുപോയൊരു സാഹചര്യത്തിലൂടെയാണ് നിലവിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഉറപ്പായിട്ടും ഇവർക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ടുള്ള താരങ്ങളെ വേണമെന്നൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുമല്ല, അതിനെല്ലാം പുറമെ യുവാൻ റോഡ്രിഗസ് എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻഡറും സ്പാനിഷ് ഡിഫൻഡറും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്ന് വിടവാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. സോ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ രണ്ട് വിദേശ താരങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു സാഹചര്യത്തിലും നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് പ്രതിസന്ധികൾക്ക് ശേഷമാണ് ISL ആരംഭിക്കുവാനായിട്ട് പോകുന്നത്. ISLൻ്റെ ആരംഭം എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു 12-ാം സീസണിൽ വളരെ വലിയ മാറ്റങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്ന് എടുത്ത് പറയേണ്ടതാണ്. പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കേണ്ടത് വെറും 90 മത്സരങ്ങൾ മാത്രമുള്ള ഒരു ടൂർണമെൻ്റ് ആയിരിക്കും ഇത്. പോരാത്തതിന് ഒരു ക്ലബിന് 13 മത്സരങ്ങളായിരിക്കും ഉണ്ടാവുക. നിലവിൽ ISL 14 ടീമുകളായിരിക്കും പങ്കെടുക്കുക. സിംഗിൾ ലെഗ് മാച്ചസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഹോം ആൻഡ് അവേ മത്സരങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊരു കാര്യമൊക്കെ തന്നെ നമ്മൾ നേരത്തെ വീഡിയോയിലൂടെ തന്നെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇനി നമ്മൾ ഏറ്റവും അധികം ആരാധകർ കാത്തിരുന്നത് ഫിക്ചേഴ്സിലാണ്. നിലവിൽ ആ ഒരു ഫിക്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ലെങ്കിൽ പോലും ISLൻ്റെ 2025-26 സീസണിൻ്റെ ഓപ്പണിംഗ് മാച്ചുമായി ബന്ധപ്പെട്ട് ഒരു കൺഫർമേഷൻ നിലവിൽ പ്രസിദ്ധ സ്പോർട്സ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മൃഗളവ് നൽകുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയുമായി ബന്ധപ്പെട്ട് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം സാധാരണയായിട്ട് പല സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ കൊൽക്കത്തൻ ടീമുകളുടെയും, അതായത് സാധാരണയായിട്ട് ATK അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് മോഹൻ ബഗാനായ സമയത്തും ഒക്കെ തന്നെ പലപ്പോഴും ഒരു കണ്ടിന്യൂസ് ഫിക്ചേഴ്സ് ആയിട്ട് ISLൻ്റെ ഓപ്പണിംഗ് മാച്ചസ് ആയിട്ട് നേരത്തെ തന്നെ ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സും ഈ ഒരു കൊൽക്കത്തൻ ടീമുമായിട്ടുള്ള ഒരു മാച്ച് പലപ്പോഴും നമ്മൾ കാണുന്നതായിരുന്നു. സോ നിലവിൽ ഈ 2-3 സീസണുകൾക്ക് ശേഷം വീണ്ടും ആ ഒരു ഫിക്ചർ ഓപ്പണിംഗ് മാച്ചായിട്ട് വരികയാണ് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അതായത് മാർക്കസ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്കുറി ISLൻ്റെ ഫെബ്രുവരി 14-ാം തീയതി നടക്കുന്ന ഓപ്പണിംഗ് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും കൊൽക്കത്തയിൽ വെച്ച് ഏറ്റുമുട്ടും എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ തങ്ങളുടെ ഹോം സ്റ്റേഡിയം നിലവിൽ മാറ്റിയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി സ്റ്റേഡിയത്തിന് പകരം കോഴിക്കോട് EMS സ്റ്റേഡിയത്തിലേക്ക് മാറി എന്നൊരു കാര്യം, അല്ലെങ്കിൽ ആ തരത്തിലുള്ള കൺഫർമേഷനൊക്കെ നേരത്തെ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ തന്നെ വരുന്നതായിരിക്കും. പോരാത്ത കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം തന്നൊരു കാര്യം തന്നെയാണ്. കാരണം ആദ്യ മത്സരം തന്നെ വ്യക്തവൈരികളായിട്ടുള്ള മോഹൻ ബഗാനെതിരെയാണ്. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രോങ് സ്ക്വാഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമായിരിക്കും. കാരണം പ്രധാനരായ എല്ലാ താരങ്ങളും ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്ന് വിടവാങ്ങിയ ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. ഇനി വിദേശ താരങ്ങളെ ടീമിലേക്ക് ബ്ലാസ്റ്റേഴ്സ് എത്തിക്കുമോ എന്നൊരു കാര്യം അറിയേണ്ടതാണ്. നിലവിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ആക്റ്റീവാണ്. സോ അതുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ കാര്യങ്ങൾ വരേണ്ടതാണ്. എന്തൊക്കെയാവും ISLൻ്റെ ഭാവി എന്ന് കൃത്യമായിട്ടും ഉടൻ തന്നെ വിത്തിൻ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പല കാര്യങ്ങളും, അതായത് ഒഫീഷ്യലായിട്ടുള്ള പല കാര്യങ്ങളും പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. സ്ട്രീമിംഗ് റൈറ്റ്സും അതോടൊപ്പം തന്നെ ഫിക്ചേഴ്സും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഓർഗനൈസിംഗ് ആയിട്ടുള്ള സക്സസുമായി ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ AFFൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ വരേണ്ടതായിട്ടുണ്ട്. സോ അതെല്ലാം നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാമെന്ന് പറയുവാനായിട്ട് സാധിക്കുന്നുള്ളൂ.